മോനെ വാടാ, ഭക്ഷണം കഴിക്കാടാ. എന്താ ഭക്ഷണം? അത് ചോറാ. പിന്നെ നട്ടുച്ചക്ക് എണീറ്റതിനൊക്കെ ഞാൻ ചോറല്ല, പിന്നെ ദോശ ഉണ്ടാക്കി തരാം കേട്ടാ. എനിക്ക് മാത്രം മക്കളെ എവിടെ പോന്നടാ? അതിനാ പുറത്തു ഇവിടെ ഒരു കല്ല്. ചെറിയ ഊട്ടിക്കാം. ഉറക്കവും വരുന്നില്ല തേങ്ങ. അവനെന്ത് സ്വന്തം കയ്യിലടിച്ചുകൊണ്ടിരിക്കുന്നു? എന്തു പറ്റി? അയ്യേ പോടാണ്. നമ്മള് നീലേക്ക് വിരാശൻ, ശരിക്കും പേര് രാജന്റെ മോൻ. അയ്യോ എനിക്ക് പേടിയൊന്നും. ഞാൻ പോടും. എന്താടി മനസ്സിലാ? ഓനെന്നെ കടിച്ച് കീറാൻ നിൽക്കുന്നുണ്ട് കേട്ടാ. ചെറുക്കൻ അങ്ങനെ കാണിച്ചാ അവര് ഞാനില്ല. എന്ത് എന്ത് എന്താണ് 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 എന്താണ്? അയ്യോ അയ്യോ അവര് പേടിക്കാതെ. അയ്യോ 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 അമ്മേ അയ്യോ. അമ്മ അയ്യോ ചെറുക്കം വീണു. എല്ലാം ഞാൻ പുറത്തമ്മ. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഇന്ന് അന്നിക്കണ്ണി വേണോ അതോ പൊന്നിക്കണ്ണി വേണോ? ചെറുക്കം നന്നായില്ലേ? സ്വാമി സ്വാമി ആരാ? സ്വാമി, എൻ്റെ ചെറുക്കൻ ആടെ എന്തെല്ലോ കളിക്കുന്നുണ്ട്, ഒന്ന് ഒഴിവാക്കി തരണം പ്ലീസ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ കിഴക്കേ അറ്റത്തുള്ള അവിടെ ഒരു സാമ്പ്രാണി തീ വയ്ക്കണം. പിന്നെ നേരെ കിഴക്കേ അറ്റത്ത്
ആ ബാത്റൂമിൻ്റെ ഒരു വേറൊരു സംഭ്രാണത്തിൽ കത്തിച്ച് വയ്ക്കണം. ഞാൻ ചൊല്ലിത്തരുന്നതാ ഈ നമ്പറിൽ ഈ അക്ഷരത്തിൽ നിങ്ങളത് ചൊല്ലിയാൽ അവൻ പൂർണ്ണമായി വ്യത്യസ്തമാക്കും. ഞാനൊന്ന് നോക്കട്ടെ. നിങ്ങളുടെ മോൻ ഒരു പ്രേതക്കല്ല് എറിഞ്ഞ് പൊട്ടിച്ചിട്ടുണ്ട്. അതാണ് ഇങ്ങനെ, അല്ലാതെ അത് നടക്കില്ല. വളരെ ഉപകാരമുണ്ട് സ്വാമി. നിങ്ങളുടെ 3 കത്തിച്ച് വേറെ സ്ഥലത്ത് 3 കത്തിക്കണം. അങ്ങനെ ഇവിടെ 3 കത്തിച്ച് ഓം ജഗദാശ ഒഴിഞ്ഞു പോകാൻ. അങ്ങനെ ഒഴിഞ്ഞു പോയി. അമ്മ എന്തായിരുന്നു? ഞാൻ എന്തെല്ലോ ആയിപ്പോയി ആ സമയത്ത്. സ്വാമി, നിങ്ങളെന്നെ എന്താ വിളിച്ചത്? സ്വാമിന്നോ? ഞാൻ സ്വാമിയാന്ന് ഇപ്പോൾ നോക്ക്. കള്ളൻ രായ നിൽക്കണോ? എൻ്റെ കയ്യിൽ നിന്ന് 1000 രൂപ എടുത്തിട്ട് മുങ്ങാന്ന് വിചാരിച്ചോടോ? ഞാൻ തരൂല. നല്ല ചെറുക്കൻ രക്ഷപ്പെട്ടില്ല. എന്നെ ഭാഗ്യം. എൻ്റെ പേര് രായെന്നല്ലേ അല്ലേ? പക്ഷേ എൻ്റെ ശരിക്കും പേര് രായ. എന്നെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് രായ. പക്ഷേ